പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സൗജന്യമായി മേളം അഭ്യസിച്ചവരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2024-26 കാലയളവിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പഞ്ചാരിമേളം പരിശീലിച്ചവരുടെ അരങ്ങേറ്റമാണ് നടന്നത്. 86 പേരാണ് മുതുവറ ശിവക്ഷേത്ര മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അരങ്ങേറ്റം നടത്തിയത്. 10 വയസ്സ് മുതൽ 70 കഴിഞ്ഞവർ വരെ പഞ്ചാരിമേളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ എത്തിയിരുന്നു. ഈ അപൂർവ മേളമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉൾപ്പെടെയുള്ള മേള കലാകാരന്മാരും ആചാര്യന്മാരും എത്തിച്ചേർന്നിരുന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അരങ്ങേറ്റത്തിന് സാക്ഷികളായി. തൃശൂർ പൂരത്തിലെ ഘടകപൂരങ്ങളിൽ മേളപ്രമാണിയാകാറുള്ള ജിതിൻ കല്ലാറ്റിന്റെ സഹധർമ്മിണി അശ്വതി ജിതിൻ ആണ് മേളം പരിശീലിപ്പിച്ചത്. ദക്ഷിണ സമർപ്പിച്ച് ആചാര്യവന്ദനം നടത്തിയ ശേഷം ആദ്യ ബാച്ച് മേളം ആരംഭിച്ചു. തൃശൂർ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും പേർ പഞ്ചാരിമേളത്തിൽ ഈ പദ്ധതിക്കു കീഴിൽ പരിശീലിക്കുന്നത് എന്ന് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി ജില്ലാ കോർഡിനേറ്റർ സുബീഷ് ES പറഞ്ഞു. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ആദ്യത്തെ നിയമസഭയുടെ 60 വർഷം ആയ സമയത്ത് 2017 ഈ പദ്ധതി ആരംഭിക്കുന്നത്. 2018 മുതൽ സംസ്ഥാനത്തും ഒട്ടാകെ 1000-ഓളം വരുന്ന കലാകാരന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് സൗജന്യ കലാപരിശീലനം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3ാമത്തെ ടേമിലാണ് ഈ പദ്ധതി നിൽക്കുന്നത്. 3000-ഓളം കലാകാരന്മാർ ഈ കാലയളവിൽ സൗജന്യ കലാപരിശീലനം നൽകിയിട്ടുണ്ട്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളിലും പല കലാരൂപങ്ങൾക്കും കലാപരിശീലനം നൽകിയിരുന്നു. ഇത്തവണ നമുക്ക് പ്രധാനമായിട്ടും 6ഓളം കലാരൂപങ്ങളുണ്ട്. ഇന്ന് ഇവിടെ നടക്കുന്നത് പഞ്ചാരിമേളത്തിലുള്ള അവരുടെ അരങ്ങേറ്റമാണ്. ഏകദേശം 85ഓളം വരുന്ന ആർട്ടിസ്റ്റുകൾ ഇന്ന് ഇവിടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. ഈ പദ്ധതിയുടെ വലിയ വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നു. വലിയ സന്തോഷത്തോടു കൂടിയിട്ട് സൗജന്യമായിട്ട് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും കല പരിശീലിക്കാവുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഇതൊരു വലിയ വിജയമാണ്. മേളം പഠിക്കാൻ കൂടുതൽ താല്പര്യത്തോടെ കടന്നുവന്നത് മുതിർന്നവരായിരുന്നുവെന്ന് അധ്യാപിക അശ്വതി ജിതിൻ പറഞ്ഞു. ഈ കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഏജ് കാറ്റഗറീസിലുള്ളവരാണ് ഇപ്രാവശ്യം നമുക്ക് ഉള്ള സ്റ്റുഡൻസ്. അപ്പം നമുക്ക് അതിൽ ചെറിയ കുട്ടി എന്ന് പറയുന്നത് ഒരു 10 വയസ്സ് മുതലുണ്ട് കുട്ടികൾ. ഏറ്റവും പ്രായമായ ആൾ എന്ന് പറയുന്നത് ഒരു 68, അത്രയും പ്രായമായ ആളാണ് നമുക്ക് ഏറ്റവും വലിയൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 2 വർഷത്തെ പദ്ധതിയാണ്. 1.5 വർഷം കൊണ്ട് നമ്മളുടെ സിലബസ് പ്രകാരമുള്ള പഞ്ചാരിമേളം 3, 4, 5 പഠിച്ച് ഇന്ന് അരങ്ങേറ്റമാണ് അവരുടെ. എല്ലാവർക്കും എത്തിച്ചേരാൻ സൗകര്യം കണക്കാക്കി ശനി ഞായർ ദിവസങ്ങളിലായിട്ടായിരുന്നു പരിശീലനം. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിർ സ്കൂളിൽ പരിശീലനത്തിനായി സൗകര്യം ചെയ്തിരുന്നു. നമുക്ക് ഞായറാഴ്ചകളിലാണ് സാധാരണ രീതിയിൽ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നത്. നമ്മൾ 6 പഞ്ചായത്തുകളിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ശനിയും ഞായറും, ഞായറാഴ്ചയാണ് കൂടുതൽ ക്ലാസ്. എന്നിരുന്നാലും ശനിയാഴ്ചകളിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശനി ഞായർ ക്ലാസ്സുകൾ പോകണു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 55 ദിവസമായിട്ട് അവർക്ക് കണ്ടിന്യൂസ് റെഗുലർ ക്ലാസ് ആണ്. അരങ്ങേറ്റത്തിനോടനുബന്ധിച്ചിട്ട് 55 ദിവസം കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു. അതുവരെ ഞായറാഴ്ചകളും ശനിയാഴ്ചകളായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെല്ലാം പൂർത്തിയായവരും ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവരും മേളം പഠിക്കാൻ കാണിച്ച താല്പര്യം ശ്രദ്ധേയമായിരുന്നു. നമ്മൾ പ്രായമായ ആൾക്കാരും ഉണ്ട്, ഇതിൽ കൂടുതൽ ആൾക്കാരും. അവർക്കിപ്പോൾ നമ്മൾ ആദ്യം അവർക്ക് ഇത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷേ അവർക്ക് കണ്ടിന്യൂസ് ക്ലാസ്സുകൾ അവർ വന്നു തുടങ്ങിയപ്പോൾ അവർക്കിത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി. ഒരു ക്ലാസ് പോലും ലീവ് എടുക്കാണ്ട് കുട്ടികളെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റിൽ വന്നവർ ഈ പറയുന്ന കുറച്ചും കൂടി മെച്ചൂർഡായിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയാണ്. അവർ ഒരു ക്ലാസ് ഇതുവരെ മുടക്കിയിട്ടില്ല. അവർ നമ്മളെന്തെങ്കിലും ഒരു ലീവ് പറഞ്ഞാൽ കൂടി ടീച്ചറെ വരില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കണവരാ. പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ വായ്ത്താരികളാണ് നമ്മളിപ്പോൾ മേളത്തിനോടനുബന്ധിച്ച് നമ്മൾ പറയുക. ഈ വായ്ത്താരികൾ പഠിച്ചെടുക്കാനൊക്കെ ആദ്യം കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അവരതിനു വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടും വോയിസ് കേട്ടിട്ടും അങ്ങനെയൊക്കെ നല്ലോണം അവർ എഫേർട്ട് ഇട്ടിട്ടാണ് പഠിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് പല അധികം തിരക്കുകളുണ്ട്. ആ തിരക്കുകളുടെ ഇടയിലാണ് ഇതിനു വേണ്ടി സമയം കണ്ടുപിടിച്ച് വരണത്. പക്ഷെ അവർ വളരെ നല്ല രീതിയിൽ പഠിച്ച് ഇപ്പോൾ അവരൊരു അരങ്ങേറ്റത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അരങ്ങേറ്റത്തിനു ശേഷം തുടർ പരിശീലനം ആഗ്രഹിക്കുന്നവർക്ക് അധ്യാപികയ്ക്ക് കീഴിൽ തുടരുകയോ
മറ്റ് മേള പരിശീലന കളരികളെ സമീപിക്കുകയോ ചെയ്യാം. എന്നാൽ മുതിർന്നവരിൽ നല്ലൊരു വിഭാഗവും മേളത്തിന് പോകാൻ വേണ്ടിയല്ല പരിശീലിച്ചത് എന്നതാണ് വാസ്തവം. ഇത് നമ്മളിപ്പോൾ ഒരു പെർഫോമൻസിലേക്ക്, അതായത് അരങ്ങേറ്റത്തിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഇനിയൊരു മേളം കൊട്ടാം അല്ലെങ്കിൽ എല്ലാ മേളങ്ങൾക്കും പങ്കെടുക്കാം അങ്ങനെയല്ല. അവരുടെ ആഗ്രഹങ്ങളുടെ പുറത്ത് ഒരു സ്ട്രെസ് റിലീഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര റിലാക്സേഷനാണ്. കുറേ ചേച്ചിമാർ എന്നോട് വന്ന് പറഞ്ഞിരുന്നു ഭയങ്കര അധികം പ്രഷറുകളുണ്ട്, അവർക്ക് മാനസികമായിട്ടുള്ള സംഭവം അങ്ങനെ. അതല്ലാതെ പിന്നെ ബോഡി കുറച്ച് വീക്കായവരുണ്ട്, അവർക്കൊക്കെ ഇതിലേക്ക് വരുമ്പോൾ കുറേ അധികം പ്രയാസങ്ങളെല്ലാം മാറി കിട്ടുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ അവരൊരു ശരിക്കും ഒരു എൻ്റർടൈൻ ചെയ്തിട്ട് പഠിച്ച ഒരു കലയാണത്. അതൊരു പ്രൊഫഷനാക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് പഠിച്ചതാണ്. മുതുവറ ശിവക്ഷേത്ര മൈതാനിയിൽ 3 ബാച്ചുകളായാണ് പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നത്. അരങ്ങേറ്റം നടത്തുന്നവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മേളപ്രേമികളും കലാസ്വാദകരുമായി നിറഞ്ഞ സദസ്സാണ് അരങ്ങേറ്റത്തിന് സാക്ഷികളാകാൻ എത്തിയിരുന്നത്. ATK ന്യൂസ്, മുതുവറ.